ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിൻ്റെ വാക്ക് കാരണത്താൽ മഹാനായ പ്രവാചകൻ പുഞ്ചിരി പൊഴിക്കുകയുണ്ടായി. തബസ്സമ ഒക്കെ നമ്മൾ വിശദീകരിച്ചു. ളാഹികൻ, ഒരു ചിരിയോളം എത്തുന്ന വിധത്തിലുള്ള ഒരു പുഞ്ചിരി. പ്രവാചകന്മാരാരും പൊട്ടിച്ചിരിക്കാറില്ല, പുഞ്ചിരിയാണ് അവരിൽ നിന്നുണ്ടാകാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലും അവിടുത്തെ ചരിത്രം പറയുന്നിടത്ത് അവിടുന്ന് ഒരിക്കലും ഖഹ്ഖഹത്ത് എന്നാണ് പൊട്ടിച്ചിരിക്കുന്നതിന് പറയുക, ആർത്ത് ചിരിക്കുന്നതിന് ഖഹ്ഖഹത്ത് എന്നാ പറയുക. അതൊരിക്കലും നബിമാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവരുടെയൊക്കെ ചിരി പുഞ്ചിരിയായിരുന്നു. ഏറി വന്നാൽ മുൻനിരയിലെ പല്ലുകൾ വെളിവാകുമാറുള്ള ഒരു പുഞ്ചിരി. അതിലപ്പുറം ഒരർമാദിച്ചുള്ള ഒരു ചിരി, ഒരാഹ്ലാദിച്ചുള്ള ഒരു പൊട്ടിച്ചിരി പ്രവാചകന്മാരിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതായിരുന്നു അവരുടെ ചിരിയുടെ പ്രത്യേകത എന്ന് വിശദീകരണങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് തന്നെയാണ് വിശ്വാസികളുടെ ജീവിതത്തിലും അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അർമാദിച്ചുള്ള, വായ തുറന്ന് ബഹളം കൂട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൽയദ്ഹകൂ ഖലീല വൽയബ്കൂ കസീറാ എന്നാണ്. ഒരു ധാരാളമായി കരയട്ടെ, വളരെ കുറഞ്ഞു മാത്രം അവർ ചിരിക്കട്ടെ എന്ന്. വാസ്തവത്തിൽ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് അർമാദിച്ച് ചിരിക്കുവാനുള്ള വകുപ്പില്ല, കരയുവാനേ വകുപ്പുള്ളൂ. പിന്നെ നമുക്കതിന് കഴിയാത്തത് അറിയേണ്ട വിധത്തിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നതിനാലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീല വലബകൈതും കസീറാ വമാ തലദ്ദതും ബിന്നിസാഇ. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്? മാ അഅലമു, ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറഞ്ഞു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുക തന്നെ ചെയ്യുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ആനന്ദിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നുകയില്ലായിരുന്നു. പലതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് താങ്ങാവുന്നതേ പലതും നമ്മോട് അള്ളാഹു അവൻ്റെ റസൂലിലൂടെ അറിയിച്ചിട്ടുള്ളൂ. അത് നമ്മോട് റബ്ബ് ചെയ്തിട്ടുള്ള കാരുണ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതറിഞ്ഞവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. അതുകൊണ്ട് അവരുടെ ചിരികൾ പോലും നിയന്ത്രിക്കപ്പെടുന്ന വിധത്തിലായിരുന്നു എന്നാണ്. ഇന്നിപ്പോ പൊട്ടിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാമുകൾ മുഴുവനും. പൊട്ടിച്ചിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത്. പൊട്ടിച്ചിരിക്കാനായിട്ട് പ്രോഗ്രാമുകൾ മീഡിയകളിൽ മുഴുവനും അവർക്കാണ് മാർക്കറ്റ്. അത്തരത്തിലുള്ള ക്ലിപ്പുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മില്യൺ കണക്കിനാണ് അതിൻ്റെ വ്യൂവേഴ്സ്. കാരണം ആളുകൾ അർമാദിച്ച് പൊട്ടിച്ചിരിക്കാൻ എന്താണ് വകുപ്പ് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത്തരം കോമഡികൾ അറിഞ്ഞുകൊണ്ട് ഒരാളിലേക്കും ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, നമ്മുടേതായ പ്രത്യേകമായ നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് ഹറാമാന്നല്ല ഈ പറയുന്നത്. അതിനായിട്ട് പ്രോഗ്രാമും, അത് കുടുകുടാ ചിരിക്കുക, ചിരിച്ചീമല ചിരിക്കുക, ചിരിച്ചു വീഴുക, അതിനെന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അതിനായിട്ടുള്ള പരിപാടികൾക്ക് ഇഷ്ടം പോലെ മണിക്കൂറുകൾ ചെലവഴിക്കാൻ നമുക്കുണ്ട്. അതേ അവസരത്തിൽ നമുക്ക് ഉപകരിക്കുന്ന, നമുക്ക് നഫ്ഉള്ള, പ്രയോജനമുള്ള ഒരു ഇൽമ കേൾക്കാൻ ആളുകളില്ല, അതിനോട് താല്പര്യമില്ല. അതെന്താ കാരണം? ആ കാരണമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ദുഅഫുൽ ഈമാൻ, നമുക്കെല്ലാം ബാധിച്ചിട്ടുള്ള ഈമാനിന്റെ ദൗർബല്യമാണ്. അള്ളാഹു നമുക്ക് ഈമാനിന്റെ ദൃഢത പ്രദാനം ചെയ്യുന്ന
ആ നൽകപ്പെട്ടിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ചേർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.